ഈ നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി, റാംജി റാവു, അഞ്ഞൂറാൻ, മായൻകുട്ടി, ആനപ്പാറ അച്ചാമ്മ, ഖന്നാസ് കടലാസ്, വേണ്ട ഗർവാസി സാശാൻ, സന്ധ്യാവ്, ഹൃദയഭാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഇത്ര പേരുകള്. ഈ പേര് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത് ഹൃദയഭാനു എന്നും ഗർവാസി സാശാൻ ഇരുമ്പ് ജോൺ വിയറ്റ്നാംകൊള്ളിയിലുണ്ടോ? മായൻകുട്ടി ഞാനാണ് ആ പേര് പറഞ്ഞത്. പക്ഷെ സിദ്ദിഖിന്റെ ഫ്രണ്ടാണ്, മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ദിഖിന്റെ ഒരു ഫ്രണ്ടാണ് മായൻകുട്ടി. എനിക്ക് അന്ന് ഒരു പേര് അവർക്കപ്പോൾ പ്രത്യേകത ഒന്നുമില്ല, കുറെ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന. ഞാൻ ഒരു ദിവസം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള പേരായിട്ട് തോന്നി, മായൻകുട്ടി എന്ന്. അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മായൻകുട്ടി വരുന്നത്. അഞ്ഞൂറാനും ഇതുപോലെ തന്നെ എന്തോ ശബ്ദധാരാവലിന്നോ മറ്റോ സിദ്ദിഖ് കണ്ടെടുത്തൊരു പേരാണ്. ഈ എന്നാലും ഞാനിപ്പോ പറഞ്ഞ എന്താ സ്രാങ്ക് ഉണ്ട്. അതെ, ഒരു പടത്തില് ഈ ഉറുമീസ് തമ്പാൻ ഒരു പേരുകളുടെ ശേഖരം നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടു മറക്കുന്ന അല്ലാണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ സിനിമയിലും കയറി ഇറങ്ങിപ്പോയാൽ ഒരുപാട് കോട്ടുമൂസ, കോട്ടുമുക്രി എന്നൊക്കെ പറയുന്ന പേരുകൾ ഇരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് അത് അങ്ങനത്തെ പേര് വരുള്ളൂ? അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. അതിനുവേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം അല്ല, എന്താണെങ്കിലും പ്രത്യേകതകൾ വേണം എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ, മായൻകുട്ടി എന്ന് പറഞ്ഞു പോകും. പക്ഷെ പിന്നീട് അയാളെ മായൻകുട്ടി എന്ന് വിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അത് ഇയാളായിരുന്നു എന്ന് ഓർമ്മിക്കാനായിട്ട് എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ അത് ഉപകരിക്കും. ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ ആ പേര് ഉപയോഗിക്കുമ്പം പെട്ടെന്ന് ആ മുഖം ഓർമ്മ വരാനായിട്ട് പ്രത്യേകതകളുടെ പേരുണ്ടെങ്കിൽ അത് ഒരുപാട്. സിനിമയുടെ പേരുകളും അങ്ങനെ തന്നെ നോക്കിയാൽ നിങ്ങളുടെ സിനിമയുടെ പേരുകളാണ് പിന്നീട് അത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ നാട്ടുകാർ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലീഷ് പേരുകൾ. അതെ, ആദ്യത്തെ പേര് ശരിക്കും റാംജി റാവു സ്പീക്കിംഗ് ഫാസിൽ സാറാണ് അത് സജസ്റ്റ് ചെയ്തത്. ശരിക്കും അത് വന്നത് അന്ന് രാമോജി റാവു സ്റ്റുഡിയോ ഉണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം ഫാസിൽ സാറ് പറഞ്ഞത്. റാംജി റാവു സ്പീക്കിംഗ് ഇട്ടാലോ എന്ന് ചോദിച്ചത്. അപ്പൊ ആദ്യം നമുക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോഴാണ് അതാണ് കൃത്യമായിട്ടുള്ള പേര്. കാരണം വെച്ചാല് അതുവരെയും പറഞ്ഞു വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ നാടക കമ്പനിയുടെയും കഥ പറഞ്ഞു വന്നിട്ട് ശരിക്ക് കഥയിലേക്ക് കയറുന്നത് ഈ റാംജി റാവു വരുമ്പോഴാണ്. റാംജി റാവുവിന്റെ ഫോൺ വരുന്നത്. അപ്പൊ അതല്ല പേരെങ്കില് ആദ്യം ഞങ്ങൾ ഇട്ടിരുന്ന നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു സുല്ലിട്ടോണ്ട് തുടങ്ങുന്നത് തന്നെ. പക്ഷെ നൊമ്പരങ്ങൾക്ക് ആ സുല്ല്, നെഗറ്റീവിന് സുല്ലിടുമ്പോ പോസിറ്റീവ് ആവും, അതുപോലെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരിനെ പറ്റി ആലോചിച്ചപ്പോ ശരിയാണ്. വേറൊരു കഥ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് രണ്ടാമതൊരു കഥ തന്നെ മാറിയാണ് റാംജി റാവു. അപ്പൊ അപ്പോഴാണ് കഥയിലേക്ക് കയറുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പടത്തിന്റെ പേര് ഇതാ ആണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ നല്ലൊരു കഥ വന്നിട്ട് പെട്ടെന്ന് മാറിപ്പോയില്ല. അന്നോളം എനിക്ക് തോന്നുന്നില്ല വില്ലന്റെ പേര് ടൈറ്റിൽ റോളിൽ വരുന്ന ഒരു പടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഹീറോയുടെ പേരുകളെല്ലാം ഏതോ കാലത്ത് എത്രയോ കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ ഈ ഗജനി എന്ന് പറയുന്ന സിനിമ പിന്നെ ഹിന്ദി പോയപ്പോഴാണ് ഇതില് വന്നിട്ടുള്ളത്. വില്ലന്റെ പേര് ടൈറ്റിലിൽ വന്നിട്ടുള്ളത് പിന്നീട് ആ സമയത്ത് എനിക്കൊന്ന് അതിന് മുമ്പോ ശേഷമോ കാസർഗോഡ് കാദർബായി എന്ന് പറയുന്ന പടം അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ശേഷം അതിന്റെ ഒരു ചുവട് പിടിച്ചു വന്ന പടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് വന്നതാണ്. പക്ഷെ ഹരിഹർ നഗർ അങ്ങനെ എത്രയോ പടങ്ങൾ, അത് ഹിറ്റ്ലർ ഉൾപ്പെടെ. ഞാൻ ഈ ഇടയ്ക്ക് ഈ ഡിസംബറിൽ ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് ചരിത്രം അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താല് അതിനിടയിൽ നിങ്ങളുടെ പേരും മമ്മൂക്കയുടെ ഒരു ഫോട്ടോയും വരുന്നുണ്ട്. നമ്മള് ജർമ്മന്റെ ചരിത്രം പഠിക്കുന്നതിൽ അവിടെയും ഈ പേര് കൊണ്ട് കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട്. ഗോഡ് ഫാദറിൽ കയറി പറ്റാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും സിനിമകളുടെ ഒരു എഴുത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ, ഇതൊരു ആശയപരമായ തൊഴിലാണല്ലോ സിനിമയുടെ എഴുത്തെന്ന് പറയുന്നത്. അതിനകത്ത് നർമ്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ കഥകളിൽ കൃത്യമായ ഇടവേളകളിൽ ചില കഥാപാത്രങ്ങൾ കയറി വരിക, അതിന് ഇങ്ങനെ ഒരു പ്രേക്ഷകനെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തുന്ന കഥകളിലേക്ക് എത്താൻ നിങ്ങൾ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒരുപാടുണ്ടാകാറുണ്ട്. പക്ഷെ ഈ ട്വിസ്റ്റുകള്, ഇവിടെ പുതിയ ക്യാരക്ടർ വരണം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകണം എന്നൊക്കെ പറയും തോന്നല്, അതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അവരുടെ സിനിമയുടെ കഥ പറയുന്ന രീതിയിൽ ഒരു പടം തുടങ്ങി ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ പ്രശ്നത്തിലേക്ക് ചാടി വീഴണം, ഒരു ഹുക്ക് വീഴണം എന്നൊക്കെ പറയുന്ന, അന്ന് നമ്മളിതൊന്നും അറിയാതെ സിനിമ കണ്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് മാത്രമാണ് എഴുതിയേക്ക്. പക്ഷെ പിൽക്കാലത്തൊരിക്കല് ഈ സിനിമ എടുക്കുന്നതിന്റെ രീതികളെ പറ്റിയൊക്കെ ഹോളിവുഡിൽ നിന്നൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ പടങ്ങളുമായിട്ട് ഒത്തുനോക്കി ചെയ്തിട്ടുള്ള പടങ്ങൾ. അപ്പൊ ഇവര് അന്ന് തിയറി ആയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്
ഞങ്ങള് ചെയ്തിരിക്കുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അല്ല, അത് അതിന് മനഃപൂർവ്വമല്ല. ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലെങ്കിലും ഇത് താഴത്തേട്ട് തന്നെ വീഴും എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിയറി നമുക്ക് അറിയില്ലെങ്കിലും യാദൃശികമായിട്ട് ഈ തിയറികൾ ആ സമയങ്ങളിൽ എത്രയും കറക്റ്റ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവതാർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പം ഈ വിയറ്റ്നാം കോളനിയുടെ കഥയാണ് അതെന്നും പറഞ്ഞ് വലിയ എഴുത്ത് നവമാധ്യമങ്ങളിലെല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി സിദ്ദിഖ് സാറിനെ കുറിച്ച് നിങ്ങളുടെ സമകാലീനായിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ഇഗ്നേഷ്യസ് സാർ ഓർക്കുന്നു. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടിട്ട് എനിക്ക് ഇന്നും അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല. കാരണം ഞങ്ങളൊരിക്കൽ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റിയ ഒരാളുണ്ടോ, സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ സിദ്ദിഖിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനെന്താണ്, നമ്മൾ രണ്ടു കൂട്ടരും മദ്യപിക്കാത്ത ആൾക്കാരല്ലേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നോളാം, ഇഗ്നേഷ്യസിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നമുക്ക് ഒന്നിച്ച് 2 വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പുള്ളി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഭയങ്കര ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം സിനിമയിലുള്ള ഒരാളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് കുറച്ച് നേരം എല്ലാവരും സ്റ്റില്ലായി പോയി കേട്ടിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് സിനിമ, ഡയറക്ഷൻ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ എൻ്റെ ലഹരിയാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലഹരി ഉപയോഗിക്കാനും പറ്റില്ല. അതാണ് എൻ്റെ ലഹരി. അതിപ്പോൾ എൻ്റെ സുഹൃത്ത് ഇഗ്നേഷ്യസ് വന്നിട്ടുണ്ട്, അദ്ദേഹവും ആ സംഗീതമല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ലഹരിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞാനൊരു കള്ളുടിയൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം, അവിടെ ഇരിക്കുന്ന ഡയറക്ടർമാർക്കും എല്ലാവർക്കും സമാധാനമായി. ഞാനിങ്ങനെ ഒരു കള്ളുടിയും കൂട്ടിക്കൊണ്ട് ഒന്നും വിചാരിക്കേണ്ടല്ല എന്നോർത്ത് എനിക്കും സമാധാനമായി. അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ പുള്ളി എപ്പോഴും എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തമാശകളൊക്കെ പറയും. കല്യാണരാമൻ്റെ റെക്കോർഡിങ് ലാലിൻ്റെ സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് തമാശന് പറയും, ഈ റെക്കോർഡിങ്ങൊക്കെ വളരെ ഹൈലി ടാലൻറ്റഡായിട്ടുള്ള ആളുകളെ കുറിച്ച് വേണം ചെയ്യിക്കാനായിട്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ട് ആമ്പട്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ലാലടുത്ത് ഇപ്പോണ്ട് അപ്പം ആ കാര്യം ബുദ്ധിമുട്ടാണ്, കാരണം എന്ത് സംഭവിച്ചാലും ഞാൻ റെക്കോർഡിങ് ഇവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പുള്ളിക്ക് സംശയം തോന്നി. അപ്പം ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ലാലിൻ്റെ അടുത്ത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും പുള്ളിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ലാലിനെ കൂടി ഒരു കണ്ടുപിടിച്ചാണ് ഞാൻ ആൾ കൊള്ളാമല്ലെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ല, മനസ്സുകൊണ്ട് അത്ര ഐക്യമായിരുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ മരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല.